ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സഖ്യകക്ഷിയായ ശിവസേന രംഗത്തെത്തി. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ആം ആദ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ശിവസേന വിഭാഗത്തിന്റെ നീക്കം. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി തങ്ങളെ പിന്തുണച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിൽ അവർക്കൊപ്പം കൈകോർക്കാനാണ് തീരുമാനമെന്നും ശിവസേന എം.പി അനിൽ ദേശായി പ്രതികരിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോരാടാനാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതെങ്കിലും എല്ലാ തിരഞ്ഞെടുപ്പിലും സഖ്യം തുടരണമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞു. ആം ആദ്മിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസ് ഈ രാജ്യത്തെ വലിയ പാർട്ടിയാണെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഡൽഹിയിൽ ആം ആദ്മിയാണ് വലിയ പാർട്ടി. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി ഇവിടെ വിജയിക്കും. അരവിന്ദ് കെജ്രിവാളിനെ പോലൊരു നേതാവിനെ വഞ്ചകരെന്ന് കോൺഗ്രസ് വിളിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ ദുഃഖമുണ്ട്. അത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നത് ശരിയല്ല. തങ്ങൾക്ക് അതിനോട് യോജിപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആം ആദ്മിയും ശിവസേനയും മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു. ആം ആദ്മി ശിവസേനയുടെ സഖ്യകക്ഷിയാണ്. പ്രചാരണത്തിൽ ഇരു കക്ഷികളും സന്തുലനം പാലിക്കണം. ഞങ്ങളെപ്പോലെ പല പാർട്ടികളിലും ഡൽഹിയിലെ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലാണ്. ഞങ്ങൾക്ക് രണ്ടു പാർട്ടികളുമായും ഒരുപോലെ ബന്ധമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കോൺഗ്രസിനെ തഴഞ്ഞുകൊണ്ടുള്ള ശിവസേനയുടെ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ മത്സരിച്ചിട്ടും ശിവസേനയ്ക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇരു പാർട്ടികളും BMC തിരഞ്ഞെടുപ്പിൽ തനിച്ചു പോരാടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും ചെയ്യുന്ന മാതൃകയിൽ മുംബൈയിൽ തനിച്ചു പോരാടാനാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിനാണ് വേദി ഒരുങ്ങിയിരിക്കുന്നത്. എന്ത് വില കൊടുത്തും രാജ്യ തലസ്ഥാനം തിരിച്ചുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് കിണഞ്ഞു ശ്രമിക്കുമ്പോൾ ഇക്കുറിയും ഭരണം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി.